ഹായ് ഫ്രണ്ട്സ്, PSC പഠിപ്പുരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഒക്ടോബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ലോക പോളിയോ ദിനം, ഐക്യരാഷ്ട്രസഭാ ദിനം ഒക്ടോബർ 24. ലോക പോളിയോ ദിനം, ഐക്യരാഷ്ട്രസഭാ ദിനം ഒക്ടോബർ 24. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായി കൃത്രിമ പല്ല് സ്ഥാപിക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് മന്ദഹാസം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായി കൃത്രിമ പല്ല് സ്ഥാപിക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് മന്ദഹാസം. 2025 ഒക്ടോബറിൽ രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ അനാവരണം ചെയ്തത് ദ്രൗപദി മുർമു. 2025 ഒക്ടോബറിൽ രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ പ്രതിമ അനാവരണം ചെയ്തത് ദ്രൗപദി മുർമു. ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ശതാബ്ദിയുടെ 2 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത് ദ്രൗപദി മുർമു. ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ശതാബ്ദിയുടെ 2 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത് ദ്രൗപദി മുർമു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വനം വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഗജമുക്തി. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വനം വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഓപ്പറേഷൻ ഗജമുക്തി. പുത്തേഴൻ അവാർഡിന് അർഹനായത് KV രാമകൃഷ്ണൻ. അപ്പോൾ പുത്തേഴൻ അവാർഡ് ലഭിച്ചത് KV രാമകൃഷ്ണൻ. ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ചരിത്രകാരൻ സുനിൽ അമൃത്. ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ചരിത്രകാരനാണ് സുനിൽ അമൃത്. ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് 5000 ഇയേഴ്സ് എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് 5000 ഇയേഴ്സ് എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. US വിദേശകാര്യ വകുപ്പിന്റെ മധ്യ ദക്ഷിണേഷ്യൻ കാര്യങ്ങൾക്കുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് ഡോക്ടർ പോൾ കപൂർ. US വിദേശകാര്യ വകുപ്പിന്റെ മധ്യ ദക്ഷിണേഷ്യൻ കാര്യങ്ങൾക്കുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ഡോക്ടർ പോൾ കപൂർ. രാജ്യത്ത് 3 പ്രധാന അവയവങ്ങൾ, ഹൃദയം, ശ്വാസകോശം, വൃക്ക, ഒരേ സമയം മാറ്റിവെച്ച ആദ്യ സർക്കാർ ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജ്. രാജ്യത്ത് 3 പ്രധാന അവയവങ്ങളായ ഹൃദയം, ശ്വാസകോശം, വൃക്ക ഒരേ സമയം മാറ്റിവെച്ച ആദ്യ സർക്കാർ ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജ്. ഡൽഹിയിലെ എയിംസ് കഴിഞ്ഞാൽ സർക്കാർ മേഖലയിൽ ആദ്യമായി ശ്വാസകോശം മാറ്റിവെക്കുന്ന ആശുപത്രിയായി മാറി കോട്ടയം മെഡിക്കൽ കോളേജ്. രാജ്യത്തെ മുൻനിര വ്യവസായ നിക്ഷേപ കേന്ദ്രമായി വളർത്താൻ ലക്ഷ്യമിട്ട് സംസ്ഥാന വ്യവസായ വകുപ്പ് നടത്തുന്ന പദ്ധതിയാണ് വിഷൻ 2031. രാജ്യത്തെ മുൻനിര വ്യവസായ നിക്ഷേപ കേന്ദ്രമായി വളർത്താൻ ലക്ഷ്യമിട്ട് സംസ്ഥാന വ്യവസായ വകുപ്പ് നടത്തുന്ന പദ്ധതിയാണ് വിഷൻ 2031. മൊബൈൽ നമ്പർ വാലിഡേഷൻ പ്ലാറ്റ്ഫോം തുടങ്ങാൻ കേന്ദ്രം. വിവിധ സേവനങ്ങൾക്കായി വ്യക്തികൾ നൽകുന്ന മൊബൈൽ നമ്പറുകൾ അവരുടേത് തന്നെയാണോ എന്ന് സ്ഥാപനങ്ങൾക്ക് പരിശോധിച്ച് ഉറപ്പാക്കാനുള്ള മൊബൈൽ നമ്പർ വാലിഡേഷൻ പ്ലാറ്റ്ഫോം കേന്ദ്ര സർക്കാർ തുടങ്ങുന്നു. ഇത് സംബന്ധിച്ച് അന്തിമ വിജ്ഞാപനം ഇറക്കി. 2025 ഒക്ടോബറിൽ സേനയ്ക്ക് കൈമാറിയ നാവികസേനയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച അന്തർവാഹിനി പ്രതിരോധ കപ്പൽ INS മാഹി. 2025 നാവികസേനയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച അന്തർവാഹിനി പ്രതിരോധ കപ്പലാണ് INS മാഹി. 25 കറണ്ട് അഫയേഴ്സ് നോക്കാം. വർണ്ണ വിവേചന സമരത്തിന്റെ രക്തസാക്ഷി വള്ളിയമ്മ മുനുസ്വാമിയുടെ പ്രതിമ ടോൾസ്റ്റോയ് ഫാമിൽ. മഹാത്മാഗാന്ധി 1910 ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ടോൾസ്റ്റോയ് ഫാമിൽ അക്കാലത്ത് അദ്ദേഹത്തോടൊപ്പം പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിയായ ഇന്ത്യക്കാരിയാണ് വള്ളിയമ്മ മുനുസ്വാമി. സർക്കാരിന്റെ വർണ്ണവിവേചന നടപടികൾക്കെതിരെ അഭിഭാഷകനായിരുന്ന ഗാന്ധിജി സ്ഥാപിച്ച കൂട്ടായ്മയാണ്
ടോൾസ്റ്റോയ് ഫാം. അപ്പൊ ടോൾസ്റ്റോയ് ഫാം ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ചത് 1910 പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുത്ത കൗമാരക്കാരിയായ തമിഴ്നാട് സ്വദേശി വള്ളിയമ്മയെ കുറിച്ച് ഗാന്ധിജി സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. ജയിലിൽ വെച്ച് രോഗബാധിതയായ വള്ളിയമ്മ 16 വയസ്സിൽ മരിച്ചു. അപ്പോൾ പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുത്ത കൗമാരക്കാരിയായ തമിഴ്നാട് സ്വദേശിയാണ് വള്ളിയമ്മ. ടോൾസ്റ്റോയ് ഫാമിൽ ഗാന്ധിജിയുടെയും നെൽസൺ മണ്ടേലയുടെയും പ്രതിമകൾക്കൊപ്പമാണ് വള്ളിയമ്മയുടെ പ്രതിമ ഇടം പിടിച്ചിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അവതരിപ്പിച്ച പുതിയ സംവിധാനമാണ് യാത്രി സുവിധാ കേന്ദ്രം. റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അവതരിപ്പിച്ച പുതിയ സംവിധാനമാണ് യാത്രി സുവിധാ കേന്ദ്രം. കേരളത്തിൽ എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനിലാണ് ഇത് നിർമ്മിക്കുന്നത്. 2025 ഒക്ടോബറിൽ അന്തരിച്ച പരസ്യരംഗത്തെ അതികായനാണ് പീയൂഷ് പാണ്ഡെ. അപ്പോൾ പീയൂഷ് പാണ്ഡെ ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരസ്യരംഗത്തെ അതികായനാണ് പീയൂഷ് പാണ്ഡെ. 2016 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആരോഗ്യ മേഖല ശക്തിപ്പെടുത്തുന്നതിനായി 2455 കോടി രൂപ വായ്പ അനുവദിച്ചത് ലോകബാങ്ക്. കേരളത്തിലെ ആരോഗ്യ മേഖല ശക്തിപ്പെടുത്തുന്നതിനായി 2455 കോടി രൂപ വായ്പ അനുവദിച്ചത് ലോക ബാങ്ക്. രാജ്യാന്തര ആനിമേഷൻ പുരസ്കാരം നേടി IIT ഗുവാഹത്തി വിദ്യാർത്ഥികൾ. രാജ്യാന്തര ആനിമേഷൻ പുരസ്കാരം നേടിയത് IIT ഗുവാഹത്തിയാണ്. 2025 ഒക്ടോബറിൽ അന്തരിച്ച ഐക്യരാഷ്ട്രസഭയുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ മുൻ മുഖ്യ ഉപദേഷ്ടാവും പ്രമുഖ മാനേജ്മെന്റ് സാങ്കേതിക വിദഗ്ധനുമായ വ്യക്തിയാണ് VK ശ്രീരഞ്ജന മേനോൻ. 2025 ഒക്ടോബറിൽ അന്തരിച്ച ഐക്യരാഷ്ട്രസഭയുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ മുൻ മുഖ്യ ഉപദേഷ്ടാവും പ്രമുഖ മാനേജ്മെന്റ് സാങ്കേതിക വിദഗ്ധനുമായ വ്യക്തിയാണ് VK ശ്രീരഞ്ജന മേനോൻ. സാഹിത്യ നോബൽ കഴിഞ്ഞാൽ ലോക സാഹിത്യ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരമായ ബ്രിട്ടന്റെ ബുക്കർ സമ്മാനം ഇനി കുട്ടികൾക്കായുള്ള രചനകൾക്കും ലഭിക്കും. 8 മുതൽ 12 വരെ പ്രായമുള്ള കുട്ടികൾക്കായുള്ള രചനകൾക്ക് ചിൽഡ്രൻസ് ബുക്കർ പ്രൈസ് ആണ് ഏർപ്പെടുത്തുന്നത്. 26-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് നോക്കാം. അയർലൻഡിലെ അടുത്ത പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാതറിൻ കൊനലി. അയർലൻഡിലെ അടുത്ത പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാതറിൻ കൊനാലി. 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് മോൻത ചുഴലിക്കാറ്റ്. 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മോൻത ചുഴലിക്കാറ്റ്. പേര് നൽകിയ രാജ്യം തായ്ലാന്റ് ആണ് പേര് നൽകിയത്. മണമുള്ള പൂവ് എന്നാണ് അർത്ഥം. മണമുള്ള പൂവ് എന്നാണ് മോന്ത എന്ന വാക്കിന് അർത്ഥം. നിലവിലെ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവ പെട്രോ. നിലവിലെ കൊളംബിയൻ പ്രസിഡന്റാണ് ഗുസ്താവ പെട്രോ. 2025 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് നടൻ സതീഷ് ഷാ. 2025 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് നടനാണ് സതീഷ് ഷാ. KDISC അംഗീകാരം ലഭിച്ച കുട്ടികൾ തയ്യാറാക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ കുട്ടികൾ ഒരുക്കിയ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് പ്യൂപ്പിൾ കാർട്ട്. KDISC അംഗീകാരം ലഭിച്ച കുട്ടികൾ തയ്യാറാക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ കുട്ടികൾ ഒരുക്കിയ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് പ്യൂപ്പിൾ കാർട്ട്. മൈസൂരു വിമാനത്താവളത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടറായി ചുമതലയേറ്റത് PV ഉഷാകുമാരി. മൈസൂരു വിമാനത്താവളത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടറായി ചുമതലയേറ്റത് PV ഉഷാകുമാരി. 2025 ഒക്ടോബറിൽ അന്തരിച്ച തായ്ലാന്റ് മുൻ രാജ്ഞിയാണ് സിരികിത്ത്. 2025 ഒക്ടോബറിൽ അന്തരിച്ച തായ്ലാന്റ് മുൻ രാജ്ഞിയാണ് സിരികിത്ത്. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികവിന് കേന്ദ്ര സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞൻ N ജയൻ. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികവിന് കേന്ദ്ര സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞൻ N ജയൻ. നിലവിൽ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിളിന്റെ പ്രൊജക്ട് ഡയറക്ടറാണ് N ജയൻ.
പാക് അതിർത്തിയിലെ സർ ക്രീക്കിന് സമീപം 2025 ഒക്ടോബർ 30 മുതൽ നവംബർ 10 വരെ ഇന്ത്യ നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് ത്രിശൂൽ. പാക് അതിർത്തിയിലെ സർ ക്രീക്കിന് സമീപം 2025 ഒക്ടോബർ 30 മുതൽ നവംബർ 10 വരെ ഇന്ത്യ നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് ത്രിശൂൽ. അതിർത്തിയിൽ കരസേനയ്ക്ക് കരുത്തേകാൻ 75,000 AK-203 റൈഫിളുകൾ. അമേഠിയിലെ കോർവ ഓർഡിനൻസ് ഫാക്ടറിയിൽ നിർമ്മാണം പൂർത്തിയായി. ഷേർ എന്നാണ് മേക്ക് ഇൻ ഇന്ത്യ തോക്കുകൾക്ക് പേര് നൽകിയിരിക്കുന്നത്. ഷേർ എന്നാണ് മേക്ക് ഇൻ ഇന്ത്യ തോക്കുകൾക്ക് പേര് നൽകിയിരിക്കുന്നത്. 47ാമത് ആസിയാൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് കോലാലംപൂർ, മലേഷ്യ. 47ാമത്തെ ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് കോലാലംപൂർ, മലേഷ്യയാണ്. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നന്ദി.